മാഷേ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇസ്രായേൽ അതുപോലെ തന്നെ ഈ പാലസ്തീൻ വിഷയമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും നരേന്ദ്രമോദി രണ്ട് രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഒരു മധ്യസ്ഥത വഹിക്കണമെന്നൊക്കെ പറഞ്ഞ് ഏറെ ചർച്ചകളിൽ ശ്രദ്ധേയമായി നിന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ് ഈ ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള യുദ്ധം. ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ അധികാരം മാറിയിരിക്കുന്നു. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ബൈഡൻ പോകുന്നതിന് മുമ്പ് തന്നെ റഷ്യയിലേക്ക് ഏറ്റവും അത്യാധുനിക മിസൈലായിട്ടുള്ള ATACMS ഉള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ വേണ്ടി ഉക്രൈൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ഇനി ബാധിക്കാൻ പോവുക? ഓക്കെ, നേരത്തെ അമേരിക്കയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു, യുക്രൈൻ റഷ്യക്ക് അകത്തേക്ക് കയറി ചെല്ലുന്ന മിസൈൽസ് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ലോങ് റേഞ്ച് മിസൈൽസ് ഉപയോഗിക്കരുതെന്ന് ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ലോങ് റേഞ്ച് മിസൈൽസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അതേസമയം അവിടെ റഷ്യയുടെ ടാങ്കുകൾ യുക്രൈൻ്റെ അകത്തേക്ക് കയറി വരുന്നതിനെ പ്രതിരോധിക്കാൻ അവരൊരു നല്ല സിസ്റ്റം കൊടുത്തിരുന്നു. അതിൻ്റെ പേര് ഹിമാർസ് എന്നായിരുന്നു. ഹിമാർസ് എന്ന് പറഞ്ഞാൽ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അബൌട്ട് 80 കിലോമീറ്റേഴ്സ്, 60 to 80 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ റഷ്യ ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് റഷ്യയും ലോകവും വിചാരിച്ചിരുന്നത് ഇത് 2 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുന്ന പ്രശ്നമുള്ളൂ, റഷ്യ അവിടെ അടിച്ച് നിരപ്പാക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഈ റഷ്യയുടെ ആക്രമണം മുഴുവനും തടഞ്ഞു നിർത്തിയത് ഈ ഹിമാർസ് എന്ന് പറയുന്ന മിസൈൽസ് ആയിരുന്നു. അതായത് ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം എന്നതിന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 60 to 80 കിലോമീറ്റേഴ്സ്. അതേസമയം ഈ പറയുന്ന ഇപ്പോൾ ബൈഡൻ അനുവദിച്ചിരിക്കുന്നത്, സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ യുക്രൈനോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേറൊരു ടൈപ്പ് മിസൈൽസ് ഉപയോഗിക്കാമെന്നാണ്. അതിൻ്റെ പേര് ATACMS എന്നാണ്. ATACMS എന്ന് പറഞ്ഞാൽ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ടു അബൌട്ട് 150 കിലോമീറ്റേഴ്സ്, 190 കിലോമീറ്റേഴ്സ് വരെ പോകും. അതാണ് ഈ ATACMSൻ്റെ പ്രത്യേകത. അപ്പം അത് ഉപയോഗിക്കാൻ ആദ്യം ബൈഡൻ അനുവദിച്ചിരുന്നില്ല. കാരണം അത് റഷ്യൻ ടെറിട്ടറിയുടെ ഡീപ്പ് ഇൻസൈഡ് ദി റഷ്യൻ ടെറിട്ടറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഈ യുദ്ധം ഒന്നുകൂടി എസ്കലേറ്റ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇതിനെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ, അതായത് ബൈഡൻ്റെ അഡ്വൈസേഴ്സിൻ്റെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈഡനാണെങ്കിൽ ഇപ്പോൾ 2 മാസം കൂടിയൊക്കെ കഷ്ടിച്ചുള്ളൂ. അതുകൂടാതെ ട്രംപ് വന്നു കഴിയുമ്പോൾ ട്രംപിനാണെങ്കിൽ യുദ്ധത്തിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇത് ഇനി എസ്കലേറ്റ് ചെയ്ത് പോകുമോ എന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ട് അഡ്വൈസേഴ്സ് തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസം ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ബൈഡൻ ഇത് അനുവദിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് ഒരു പുതിയ കക്ഷി വന്നു ചേർന്നിരിക്കുകയാണ്. അത് നോർത്ത് കൊറിയൻ സോൾജേഴ്സാണ്. അപ്പോൾ ഈ നോർത്ത് കൊറിയയുടെ സോൾജേഴ്സ് വന്നിട്ട് റഷ്യയിൽ നിന്നും യുക്രൈൻ പിടിച്ചെടുത്തിരിക്കുന്ന കേർസ്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ആ കേർസ്ക് തിരിച്ചു പിടിക്കാനായിട്ടാണ് ഇപ്പോൾ റഷ്യ ശ്രമിക്കുന്നത്. അത് റഷ്യ ഉദ്ദേശിക്കുന്നത് അബൌട്ട് 50,000 ട്രൂപ്സിനെയാണ് അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നത്. അതിലാണ് ഈ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് കൂടി വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 50,000 വരുമ്പോൾ അതിൻ്റെ കൂടെ നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ഉണ്ടാകുമ്പോൾ ഇതുവരെയുള്ള യുദ്ധത്തിൻ്റെ നേച്ചറിൽ നിന്നും വ്യത്യാസം വരികയാണ്, മാറ്റം വരും. അപ്പോൾ നേരത്തെ ഈ ഹിമാർസ് എന്ന് പറയുന്ന സിസ്റ്റം വെച്ചിട്ടാണ് യുക്രൈൻ ചെറുത്ത് നിന്നിരുന്നത്. അപ്പോൾ അന്നൊക്കെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് 50 കിലോമീറ്റേഴ്സ് നീളമുള്ള ടാങ്കുകളുടെ വ്യൂഹം ഉണ്ട് റഷ്യക്കെന്നൊക്കെയാണ്. ഇത്രയും ടാങ്കുകൾ ഒരുമിച്ച് അടിച്ചു കയറി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം അതിനെയൊക്കെ ചേർത്ത് തന്നു ഹിമാർസ്. അത് കുഴപ്പമില്ല, റഷ്യക്ക് ഈ യുക്രൈൻ്റെ അകത്തേക്ക് വരുന്ന ടാങ്കുകളെയാണെന്ന് വെച്ച്. ഇപ്പം അത് പോരാ, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകണം. കാരണം ഈ നോർത്ത് കൊറിയയും കൂടി ഇതിൽ ഇൻവോൾവ് ആകണം. അപ്പോൾ 50,000 ട്രൂപ്സ് വരുന്നത് കേർസ്ക് എന്ന് പറയുന്ന ഏരിയ പിടിക്കാനായിട്ടാണ്. ഈ കേർസ്ക് പിടിച്ചെടുക്കാനായിട്ട് സെലൻസ്കിയെ പ്രേരിപ്പിച്ചതൊരു പ്രത്യേക കാരണമുണ്ട്. അതായത് നെഗോഷിയേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിനെ പറ്റി ആലോചിക്കുമ്പോൾ റഷ്യയുടെ കയ്യിൽ ഇരിക്കുന്ന ടെറിട്ടറി ഇങ്ങോട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഞങ്ങളുടെ ടെറിട്ടറി നിങ്ങൾ പിടിച്ചിരിക്കുന്നത് തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ റഷ്യ പറയും പോയി പണി നോക്കാൻ പറയും. അപ്പോൾ ഈ ആർഗ്യൂ ചെയ്യാനായിട്ടൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കേർസ്ക് പിടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ടെറിട്ടറി ഇങ്ങോട്ട് വന്നാൽ കേർസ്ക് നിങ്ങളുടെ ടെറിട്ടറിയാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റഷ്യക്ക് അതൊന്ന് വലിയ പോക്കണക്കേടായിപ്പോയി, നാണക്കേടായിപ്പോയി. അപ്പോൾ പുടിന് ഒരു നിർബന്ധമുണ്ട്, എങ്ങനെയെങ്കിലും നമ്മുടെ ടെറിട്ടറി പോയത് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ കിട്ടണം.
പിന്നെ റഷ്യ പിടിച്ചെടുത്തത് മുഴുവനൊന്നും ഏതായാലും തിരിച്ചെടുക്കാൻ പോകണില്ല. എസ്പെഷ്യലി 2014 ക്രൈമിയ എന്ന് പറയുന്ന ഏരിയ പിടിച്ചെടുത്തു. അതൊന്നും ഏതായാലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, പഴങ്കഥയായി മാറി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ യുദ്ധം ഒന്നും കൂടി ശക്തിപ്പെടുത്താനായിട്ട് നോർത്ത് കൊറിയനെയും കൂട്ടി എങ്ങനെയെങ്കിലും കേർസ്ക് തിരിച്ചു പിടിക്കാനായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് തടഞ്ഞു നിർത്താന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. 50,000 ട്രൂപ്സാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ പണ്ട് കാർക്കീവ് ഒക്കെ പിടിക്കുന്ന സമയത്താണ് ഈ ഹിമാർസ് ഉപയോഗിച്ചിരുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതേപോലെ ഇനി ഇവരെ തടയണമെങ്കിൽ ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് കൂടി ഫർദർ പോകണം. അതുകൊണ്ടാണ് ഈ പറയുന്ന ATACMS എന്ന് പറയുന്ന മിസൈൽസ് കൊടുക്കുന്നത്, അതായത് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം. പക്ഷേ ഈ നോർത്ത് കൊറിയ കൂടി ഇതിലേക്ക് വരുന്ന സമയത്ത്, ഈ യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് അത് ഒരുപക്ഷെ ഉക്രൈന് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഫലം, അല്ലെങ്കിൽ റഷ്യയും രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു ഫലത്തെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു മിസൈൽ അനുവദിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ബൈഡന് അനുവാദം കൊടുക്കാനുള്ള ഒരു കാരണം, അല്ലേ? അപ്പം ഈ യഥാർത്ഥത്തിൽ ഈ ഉക്രൈൻ എന്ന് പറയുന്നത് താരതമ്യേന ഒരു ചെറിയ രാജ്യമാണ്. റഷ്യ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ വൻ ശക്തികളിലൊന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും യുദ്ധം ഇങ്ങനെ നീണ്ടുപോകാനുള്ളൊരു കാരണം? കാരണം വലിയൊരു രാജ്യത്തിന്, ഒരു ചെറിയ രാജ്യത്തെ ഇങ്ങനെ ഇത്രയും കാലമൊക്കെ യുദ്ധം ചെയ്യേണ്ട, അതായത് യുക്രൈൻ പിടിച്ചു നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസാണ്. അമേരിക്കയും അതേപോലെ ഈ നേറ്റോ സഖ്യ രാഷ്ട്രങ്ങളുണ്ടല്ലോ. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമുണ്ട്. ഇപ്പോൾ റഷ്യ ഇന്ന് യുക്രൈനിൽ കയറി. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, തർക്കങ്ങളുണ്ട്, ബഹളമുണ്ട്, ഇതൊക്കെ ശരി. പക്ഷേ ഈ ബഹളം ഉണ്ടെന്ന് പറഞ്ഞ് നേരെ ടാങ്കുമായിട്ട് ഇടിച്ചു കയറുന്ന സാഹചര്യം ഫലവത്തായി കഴിഞ്ഞാൽ, യുക്രൈനിൽ കയറി കഴിഞ്ഞ പോലെ ഇനി വേറെ അടുത്ത് സ്വീഡനിലേക്കോ അല്ലെങ്കിൽ ഡെൻമാർക്കോ ഏതെങ്കിലും, അല്ലെങ്കിൽ ജർമ്മനിയോ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇതേപോലെ തന്നെ കയറാമല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കയറി ചെല്ലുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നല്ല റിയാക്ഷൻ ഉണ്ടാകും എന്ന് റഷ്യയെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അമേരിക്കയുടെയും മൊത്തം യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ നേറ്റോ മെമ്പേഴ്സിനെല്ലാം ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പിന്നെ യുക്രൈൻ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റോയുടെയും അല്ലെങ്കിൽ അമേരിക്ക ഇൻക്ലൂഡിങ് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് പിടിച്ചതെന്ന്. ഇതിനു വേണ്ട പണം മുഴുവനും കൊടുത്തിരിക്കുന്നത് അമേരിക്കയും നേറ്റോ സഖ്യകക്ഷികളും കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞത്. അപ്പോൾ യൂറോപ്പ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇന്ന് യുക്രൈൻ ആണെങ്കിൽ നാളെ നമ്മുടെ മേത്തേക്കായിരിക്കും വരുന്നത്. എന്തെങ്കിലും തർക്കം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു തർക്കം വന്നെന്നും പറഞ്ഞ് ടാങ്കുകൾ വെച്ച് ഇങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിവിലൈസ്ഡ് കൺട്രിക്ക് ചേർന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തടയിടണം. അത് ആ ലെസൺ ഏതായാലും പുടിൻ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ തീർക്കാമെന്ന് വിചാരിച്ചിരുന്ന യുദ്ധം ഇപ്പോൾ 1000 days തികയാൻ പോവാണ്, 1000 days. എന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. അപ്പം ഇതുകൊണ്ട് അതേസമയം ബൈഡൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വേറൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഇപ്പോൾ 50,000 എന്ന് പറയുന്ന ട്രൂപ്സ് വലിയ ശക്തമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം നോർത്ത് കൊറിയ മനസ്സിലാക്കുക. നോർത്ത് കൊറിയ ഇവിടെ വരേണ്ട കാര്യമില്ല, അവരിവിടെ വരേണ്ട കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ പേര് ബോഡി ബാഗ്സിലായിരിക്കും തിരിച്ചു ചെല്ലുന്നത്, നോർത്ത് കൊറിയയിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. അവരിവിടെ വരുന്നത് അപകടമാണ്. അവർ നേരിടാൻ പോകുന്നത് ഈ ATACMS എന്ന് പറയുന്ന സിസ്റ്റം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഹിമാർസ് പോലെയല്ല, അതിനേക്കാളും അപ്പുറമുള്ള സിസ്റ്റമാണ്. നോർത്ത് കൊറിയയ്ക്ക് ഹെവി കാഷ്വാലിറ്റി സഫർ ചെയ്യേണ്ടി വരും. അതിനൊരുങ്ങിയിട്ട് വന്നാൽ മതി. അത് തന്നെയല്ല, ഇനി കൂടുതൽ പേര് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അത്ര രസമായിരിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി കൊടുക്കുകയാണ് ഈ നോർത്ത് കൊറിയയ്ക്ക്. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.